അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സമാധാനത്തെയും സ്വാതന്ത്ര്യത്തെയും തേടിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. എന്നാൽ തൻ്റെ താല്പര്യങ്ങളെയും തൻ്റെ സ്വപ്നങ്ങളെയും നിറവേറ്റുന്നതിന് വേണ്ടി തൻ്റെ പൂർണ്ണമാം കഴിവുകളെയും അധ്വാനത്തെയും ഉപയോഗിക്കാൻ മനുഷ്യനെന്നും സജ്ജമാണ്. എന്നാൽ ഒരു സാമൂഹ്യ ജീവി ആവുക എന്നതാണ് മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യാസപ്പെടുത്തുന്നത്. ഒരു സാമൂഹ്യ ജീവി ആയതുകൊണ്ട് തന്നെ കനേഡിയൻ ഫിലോസഫിസ്റ്റ് ജോർദാൻ പീറ്റേഴ്സൺ പറഞ്ഞു വെക്കുന്നത് പോലെ സാമൂഹ്യ ഘടനയെ മാറ്റാത്ത വിധം, മറ്റുള്ളവരുടെ അവകാശങ്ങളെ ഹനിക്കാത്ത വിധം സ്വന്തം താല്പര്യങ്ങളെ നിറവേറ്റുക എന്നതാണ് മനുഷ്യന്റെ ബാധ്യതയായിട്ടുള്ളത്. ഇതിനെ മാനിച്ചുകൊണ്ട് 1800കളിൽ ജോൺ ലുക്ക് എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് ഉയർന്നു വന്ന ആശയമാണ് യഥാർത്ഥത്തിൽ ലിബറലിസം. ഇത്രമേൽ ഉചിതമായ ഉത്തമമായ ആശയമായതുകൊണ്ട് തന്നെ 50 വർഷങ്ങൾക്കുള്ളിൽ, അതായത് 1850കളിൽ തന്നെ ഇത് സ്പെയിനിലും ബ്രിട്ടനിലും ഒക്കെ പടർന്നു പിടിച്ചു കഴിഞ്ഞു. എന്നാൽ പിന്നീട് അങ്ങോട്ടുള്ള ചില തീവ്ര താല്പര്യങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ലിബറലിസം എന്ന ആശയം മൊത്തത്തിൽ മാറി മറിയുകയാണ്. അതായത് ജോണിന്റെ പിൻഗാമികളെ നിയോ ലിബറലിസ്റ്റുകൾ ശത്രുക്കളായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ജോർദാൻ പീറ്റേഴ്സണിനെ പോലത്തെ സമാധാനത്തിനും സഹിഷ്ണുതയ്ക്കും വേണ്ടി വാദിച്ച ആളുകളെ തീവ്ര വലതുപക്ഷ കക്ഷികളുടെ ആളുകളായിട്ടാണ് ചിത്രീകരിക്കുന്നത്. നമുക്കറിയാം, ജനറൽ ന്യൂട്രാലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നിരവധി ആളുകളുടെ അവകാശങ്ങളാണ് തച്ചുടക്കുന്നത്. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ ജനറൽ ന്യൂട്രാലിറ്റി എന്നത്? ജനറൽ ന്യൂട്രാലിറ്റി എന്നത് സമൂഹത്തിലെ അരാജകത്വത്തെ വാർത്തെടുക്കുന്ന ഒരു വലിയ ആശയമാണ്. നമുക്കറിയാം, അമേരിക്കയിലെ ജീനോ എന്ന് പറയുന്ന ഒരു സ്വയം പ്രഖ്യാപിത സ്ത്രീ ദി വുമൺ ഓഫ് ദി ഇയർ എന്ന അവാർഡ് വാങ്ങുമ്പോൾ നിരവധി സ്ത്രീകളുടെ അവകാശങ്ങളാണ് തച്ചുടക്കുന്നത്. ഈ മൃഗീയമായ ആശയത്തിന്റെ ഒരു വിഷവിത്ത് മാത്രമാണ് കൊച്ചിയിലെ മഹാരാജാസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ആണിനും പെണ്ണിനും സർക്കാർ അനുമതിയോടുകൂടി നടന്ന ജെൻഡർ സൗഹൃദ ശുചിമുറി എന്നത്. പുരോഗമനം എന്ന് പറഞ്ഞ് ലിബറലിസത്തിന്റെ പിന്നാലെ നടന്നാൽ തീർച്ച ലോകമെന്നല്ല, നമ്മുടെ ഈ കേരളം എന്നല്ല, ഒരു സ്ത്രീയുടെ അവകാശം എന്നല്ല, പൊതുജനത്തിന്റെ അവകാശമാണ് ലോകം ചോദ്യം ചെയ്യപ്പെടുക. അതുകൊണ്ട് വ്യക്തി താല്പര്യങ്ങൾ നിറവേറ്റാനുള്ളതാണ്. അത് നിറവേറ്റേണ്ടത് മറ്റുള്ളവരുടെ അവകാശങ്ങളെ പരിഗണിച്ചുകൊണ്ടായിരിക്കണമെന്ന് മാത്രം. വ്യക്തി താല്പര്യങ്ങൾ നിറവേറ്റുമ്പോൾ ജനാധിപത്യത്തെ നിലവിൽ കൊണ്ടുവരണം. അതനുസരിച്ച് മാത്രം പ്രവർത്തിക്കണം. അതനുസരിച്ചാവട്ടെ നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും എന്ന് മാത്രം പറഞ്ഞ് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ഇതോടുകൂടെ സീനിയർ എഡ്യൂക്കേഷൻ മലയാളം അവസാനിച്ചു.